IPL ആദ്യപാതി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെയും കരുതിയിരുന്നത് ടോപ്പ് 4-ലുള്ള ടീമുകൾ പ്ലേ ഓഫിലേക്ക് എളുപ്പം ഇടം നേടുമെന്നായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ നേരെ മാറിമറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ടോപ്പ് 4-ലുള്ള ടീമുകൾക്ക് 3-4 ജയം കൊണ്ട് പ്ലേ ഓഫിലെത്താം എന്ന നിലയിൽ നിന്നും അവർ മത്സരങ്ങളൊക്കെയും തോൽക്കുകയും ആദ്യ മത്സരങ്ങളിൽ തോറ്റുകൊണ്ട് തുടങ്ങിയ ചില ടീമുകൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഉദാഹരണത്തിന് പഞ്ചാബിൻ്റെ കാര്യമെടുക്കാം. പഞ്ചാബിൻ്റെ കാര്യമെടുത്താൽ തോൽവി അറിയാത്ത 7 മത്സരങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണ തോൽവിയായിരുന്നു പിന്നീടുള്ള അവരുടെ മത്സരങ്ങൾ. ഇത് മറ്റു ചില ടീമുകളുടെ അപ്രതീക്ഷിത വരവുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾക്കും അവസരമുണ്ടാക്കി. മറ്റു ചില ടീമുകളാണെങ്കിൽ നമുക്കറിയാം, ഉദാഹരണത്തിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് അവർ ഈ ടൂർണമെൻറ്റിൽ നടത്തിയത്. അവസാന 7 മത്സരങ്ങളിൽ 6 ജയിച്ചുകൊണ്ട് കൊൽക്കത്ത ആദ്യ മത്സരങ്ങളിൽ ഒരുവിധം എല്ലാ കളികളും തോറ്റ് പോയിന്റ് പട്ടികയിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു നാണക്കേടിൻ്റെ ഘട്ടത്തിൽ നിന്നും അവർ ഉയർന്നു വരികയായിരുന്നു. അവരാണിപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയത്, പ്ലേ ഓഫിന് അടുത്തെത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിനം പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മിന്നും ജയത്തോടെ ആ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ബോളിംഗ് കരുത്തിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡൻസിൽ 4 വിക്കറ്റിനാണ് KKR കെട്ടുകെട്ടിച്ചത്. ഈ ഒരു ജയത്തോടെ 13 പോയിന്റോടെ KKR പോയിന്റ് പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും പിന്തള്ളിക്കൊണ്ട് 6ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. 148 റൺസിന്റെ വളരെ ചെറിയൊരു ലക്ഷ്യമാണ് KKRന് മുമ്പിൽ മുംബൈ നൽകിയത്. മനീഷ് പാണ്ഡെ 45, റോമാൻ പവൽ 40 ഇവരുടെ ഇന്നിംഗ്സിലേറിക്കൊണ്ടാണ് 18.5 ഓവറിൽ 6 വിക്കറ്റിന് KKR ലക്ഷ്യം മറികടന്നത്. ഈഡൻ ഗാർഡൻസിൽ ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന പിച്ചിൽ തുടക്കം മുതൽ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് ദ മൈറ്റി മുംബൈ ഇന്ത്യൻസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസിലേക്ക് എത്തിയത്. ഒരാൾക്ക് പോലും 30-ലധികം അല്ലെങ്കിൽ 35 റൺസ് പോലും തികയ്ക്കാനായില്ല എന്നതാണ് ഈ ഇന്നിംഗ്സിലെ എടുത്തു പറയേണ്ട കാര്യം. വാലറ്റത്ത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായ കോർബിൻ ബോഷിന്റെ 32 റൺസ് അദ്ദേഹത്തിന്റെ മികച്ച ഫിനിഷിംഗ് ആണ് ടീമിനെ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയെങ്കിലും ടീമിന് അതൊരു ഇമ്പാക്റ്റ് ആയതേയില്ല. കഴിഞ്ഞ മത്സരങ്ങളിലുണ്ടായിരുന്ന വിജയതൃഷ്ണ ഒരു സമയത്ത് പോലും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ മുംബൈ താരങ്ങളുടെ ബോഡി ലാംഗ്വേജിലും പ്രകടമായിരുന്നില്ല. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 26 റൺസ്, തിലക് വർമ്മ 20, രോഹിത് ശർമ്മ 15, സൂര്യകുമാർ യാദവ് 15, വിൽ ജാക്സ് 14, ദീപക് ചഹാർ 10 ഇവരൊക്കെയാണ് കോർബിൻ ബോഷിനൊപ്പം 2 അക്കത്തിലെത്തിയത്. തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ ഏതാണ്ട് ഒരു തണുപ്പൻ രീതിയിലായിരുന്നു മുംബൈയുടെ ഇന്നിംഗ്സ് മുന്നേറിയത്. ഒരു 50+ കൂട്ടുകെട്ട് പോലും അവരുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നില്ല. പവർ പ്ലേ കഴിയുമ്പോഴേക്കും മുംബൈ 441 റൺസിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ. 5ാം വിക്കറ്റിൽ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ജോഡി നേടിയത് 43 റൺസാണ്. അതിന് അവർ ഏതാണ്ട് 50ഓളം പന്തുകൾ നേരിടുകയും ചെയ്തു. ഇരുവരും ചേർന്ന് ഏതാണ്ട് 60 പന്തുകളാണ് ഈ മത്സരത്തിൽ നേരിട്ടത്. അങ്ങനൊരു മന്ദഗതിയിലായിരുന്നു ഈ 60 പന്തുകളിലും അവർ ബാറ്റ് ചെയ്തത്. തിലകിൻ്റെയും ഹാർദിക്കിൻ്റെയും ഇന്നിംഗ്സുകൾ അതിദയനീയമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. 8ാം വിക്കറ്റിൽ ബോഷ് ചഹാർ ജോഡി 20 പന്തുകളിലെടുത്ത 42 റൺസാണ് അവർക്ക് ഏതാണ്ട് ഒരു 150-അടുത്തുള്ള ടോട്ടൽ നേടിക്കൊടുത്തത്. കൊൽക്കത്തയ്ക്കായി സൗരവ് ദൂബെ, കാമറൂൺ ഗ്രീൻ, കാർത്തിക് ത്യാഗി എന്നിവർ 2 വിക്കറ്റുകൾ വീതം എടുക്കുകയും ചെയ്തു. അപ്പോൾ അവസാന 9 മാച്ചുകൾ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് KKRലെ അവസാന 9 മാച്ചുകളിൽ 6 മാച്ചും കൊൽക്കത്തയാണ് ജയിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ 22 ജയം മുംബൈ നേടിയപ്പോൾ 6 ജയം മാത്രമായിരുന്നു കൊൽക്കത്തയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 25 ജയം മുംബൈക്ക്, അതിനൊപ്പം 12 ജയം ഓവറോൾ പെർഫോമൻസിൽ, അതായത് ഓവറോൾ ഹെഡ് ടു ഹെഡ് 12 ജയങ്ങളായി മാറിയിരിക്കുകയാണ് കൊൽക്കത്തയുടെ ഈ 6 ജയം കൂടി വന്നപ്പോൾ. അപ്പോൾ ഈ വിജയത്തിനൊപ്പം കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുകയും അതിനൊപ്പം പ്ലേ ഓഫ് കുറച്ചുകൂടി എൻ്റർടൈനറാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും ഒരുവിധം 5 ടീമുകൾക്കെങ്കിലും പ്ലേ ഓഫ് സാധ്യതകളുണ്ട് എന്നതാണ് പ്രധാനം. ഇതിൽ അതായത് 4ാമത്തെ പൊസിഷൻ, അവസാനത്തെ പൊസിഷനിലേക്ക് 5 ടീമുകളെങ്കിലും നോട്ടമിട്ടിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കുമ്പോൾ എല്ലാം രാജസ്ഥാൻ്റെ ജയപരാജയത്തെ ആശ്രയിച്ചാവും കാര്യങ്ങൾ. കഴിഞ്ഞ മാച്ചിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ ആ ഒരു മത്സരത്തിൽ 7 വിക്കറ്റ് വിജയത്തോടെ ഈ പ്രീമിയർ ലീഗ് പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുത്താണ് രാജസ്ഥാൻ്റെ നിൽപ്പ്. ആ ഒരു വിജയത്തോടെ രാജസ്ഥാന് 13 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റാണ് ആയിരിക്കുന്നത്. രാജസ്ഥാൻ ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് എത്തിയത് പ്ലേ ഓഫിലേക്ക് മത്സരിക്കുന്ന പഞ്ചാബ് കിങ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ ടീമുകൾക്ക് തിരിച്ചടിയാണ്. 2 സാഹചര്യങ്ങളാണ് ഇനി പ്ലേ ഓഫിലെ അവസാന സ്ഥാനക്കാരെ, അതായത് 4ാം സ്ഥാനക്കാരെ തീരുമാനിക്കുക. അടുത്ത മത്സരവും രാജസ്ഥാൻ ജയിച്ചാൽ മറ്റു ടീമുകളെല്ലാം പുറത്താകും. അത് ക്രിസ്റ്റൽ ക്ലിയറാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയിച്ചാൽ രാജസ്ഥാന് 14 മത്സരങ്ങളിൽ നിന്നും 16 പോയിന്റ് ആകും. മറ്റ് ടീമുകൾക്കൊന്നും ഇനി 16 പോയിന്റിലേക്ക് എത്താൻ സാധിക്കാത്തതിനാൽ സ്വാഭാവികമായും രാജസ്ഥാൻ ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും അവർ അടുത്ത മത്സരം ജയിക്കുകയാണെങ്കിൽ.
ഇനി അടുത്ത കളി രാജസ്ഥാൻ തോൽക്കുകയും കൊൽക്കത്ത ഇനിയുള്ള കളി തോൽക്കുകയും ചെന്നൈയും പഞ്ചാബും അവസാന മത്സരം തോൽക്കുകയും ചെയ്താലും രാജസ്ഥാൻ ഈ പ്ലേ ഓഫിലേക്ക് കടന്നുകൂടും. ഇനി അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റാൽ ടീമിന് 14 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ 12 പോയിന്റുള്ള ചെന്നൈക്കും നല്ല നെറ്റ് റൺ റേറ്റിൽ വിജയിച്ചാൽ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് അവസരമുണ്ടാകും. അടുത്ത മത്സരത്തിൽ CSK ഗുജറാത്തിനെ വലിയ മാർജിനിൽ തോൽപ്പിച്ചാൽ ചെന്നൈക്കും രാജസ്ഥാനെ പോലെ 14 പോയിന്റ് ആകും. ആ സമയത്ത് നെറ്റ് റൺ റേറ്റ് നോക്കിയാണ് പ്ലേ ഓഫ് സ്ഥാനക്കാരെ നിർണ്ണയിക്കുക. അങ്ങനെ സംഭവിക്കണമെങ്കിൽ മറ്റൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. പഞ്ചാബും കൊൽക്കത്തയും തോൽക്കുക കൂടി വേണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടുത്ത മാച്ച് ജയിച്ച് പഞ്ചാബും അവസാന മത്സരം ജയിച്ചാൽ രാജസ്ഥാൻ പുറത്താകും. കാരണം അടുത്ത മത്സരം ജയിക്കുകയാണെങ്കിൽ പഞ്ചാബിന് 15 പോയിന്റ് ആകും. സഞ്ജുവിന്റെ CSKയെ സംബന്ധിച്ചിടത്തോളം IPL പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 5ാം സ്ഥാനത്ത് വരെ എത്തിയ ശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് വീണത്. അവസാനത്തെ 2 മത്സരങ്ങളിൽ ഏറ്റ തോൽവിയാണ്, LSGക്കെതിരെയുള്ള തോൽവിയൊക്കെയാണ് ഇതിന് കാരണം. അത് അവരുടെ നെറ്റ് റൺ റേറ്റിനെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പോസിറ്റീവായിരുന്ന നെറ്റ് റൺ റേറ്റ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുകയാണ്. -0.016 ആണ് അവരുടെ ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റ്. ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നതിനൊപ്പം നെറ്റ് റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ മറ്റു മത്സരഫലങ്ങൾ അനുകൂലമായാലും CSKയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നതിനാൽ GTക്കെതിരെ ഒരുപക്ഷെ ആദ്യം ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 25 റൺസിനെങ്കിലും ആ ഒരു മാർജിനിലെങ്കിലും ജയിക്കുക എന്നതാണ് CSKയ്ക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. എങ്കിൽ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി GTക്കെതിരെ റൺ ചേസാണ് CSKയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ വിജയലക്ഷ്യം ഏതാണ്ട് 17.2 ഓവറിനുള്ളിൽ പിന്തുടർന്ന് ജയിക്കാനും CSKയ്ക്ക് കഴിയണം. തട്ടിമുട്ടി ഒരു വിധത്തിൽ ജയിക്കുന്നതിന് പകരം ഈ 2 കാര്യങ്ങളിലൊന്ന് യാഥാർത്ഥ്യമാക്കുകയാണ് CSK അടുത്ത മത്സരത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടത്. അതിന് കഴിഞ്ഞാൽ പിന്നീട് മറ്റു മത്സരഫലങ്ങളെയും നേരത്തെ പറഞ്ഞതുപോലെ അവർ ആശ്രയിക്കണം. മുംബൈയോട് രാജസ്ഥാൻ തോൽക്കണം, ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബും ജയിക്കാൻ പാടില്ല, അതിനൊപ്പം ഡൽഹിയോടും KKR പരാജയപ്പെടുകയും ചെയ്യണം. അപ്പോൾ പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നിവർ ശേഷിച്ച മത്സരം തോൽക്കുകയും ശേഷിച്ച മാച്ചിൽ ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തുകയും ചെയ്താൽ 15 പോയിന്റുമായി KKR പ്ലേ ഓഫിലെത്തുന്ന 4ാമത്തെയും അവസാനത്തെയും ടീമായി മാറാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ ആവേശകരമായി നിൽക്കുകയാണ്.